ഏതോ കോടതി ചോദിച്ചു പോലും, ഒരു 3 മണിക്കൂർ നേരം ഒന്ന് ഒരു പെണ്ണവളുടെ പർദ്ദ അഴിച്ചു വെച്ചാൽ പൊളിഞ്ഞു വീഴുന്നതാണോ ഇസ്ലാം എന്ന്? വിഡ്ഢിത്തമല്ലേ ആ ചോദ്യം? ഇസ്ലാമിന്റെ ഒരു നിയമം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു ഭരണകൂടത്തിന്റെ ഭരണാധികാരി എഴുതിവെച്ച നിയമങ്ങളല്ല. ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറയുന്നത് അത് സർവലോക പരിപാലകനായ തൻസീലും മിൻ ഹകീമിൻ ഹമീദ്, ഹക്കീമും ഹമീദുമായ റബ്ബിന്റെ നിയമങ്ങളാണ്. കാലഘട്ടങ്ങളെ വെല്ലുവിളിക്കുന്ന നിയമങ്ങളാണ്. ഏത് കാലഘട്ടത്തിലെ ജനങ്ങൾക്കും ഫിറ്റായ നിയമങ്ങളാണ്. ഏത് കാലഘട്ടത്തിലെ ജനങ്ങൾക്കും അംഗീകരിക്കാവുന്ന നിയമങ്ങളാണ്. മനുഷ്യന് കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു നിയമങ്ങളും ഇസ്ലാം ഒരിക്കലും പറഞ്ഞിട്ടില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരു ശരീരത്തോടും അതിന്റെ കെൽപ്പിൽ അതിന്റെ കഴിവിൽപ്പെട്ടതിനപ്പുറം അല്ലാഹു നിർബന്ധിക്കുന്നില്ല. ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ ലളിതാണ്. അത് കുറച്ചു നേരത്തേക്ക് പർദ്ദ അഴിച്ചു വെക്കണം പെണ്ണ് എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും കോടതി പറഞ്ഞാൽ അംഗീകരിക്കാൻ പാടുണ്ടോ? ഇല്ല. ഒരു രാജ്യത്തൊരു നിയമം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ലോകം നിലനിൽക്കോ? സഹോദരന്മാരെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ഈ രാജ്യത്തൊരു നിയമം, ആ നിയമത്തിലൊരു ഭരണഘടന, ആ ഭരണഘടന ഒരാൾക്ക് 10 മിനിറ്റ് നേരം ഒരാൾക്ക് ഭരണഘടന ലംഘിക്കാൻ അനുവാദം തന്നിരിക്കുന്നു. വേണ്ട 5 മിനിറ്റ്. ഈ രാജ്യത്തെ പൗരന്മാർക്കൊക്കെ 5 മിനിറ്റ് ഇവിടുത്തെ നിയമങ്ങൾ അഴിച്ചുവെക്കാനുള്ള അംഗീകാരം തന്നിരിക്കുന്നു എന്ന് ഏതെങ്കിലും ഒരു രാജ്യം അനുവാദം കൊടുത്താൽ ഈ ലോകം ഇവിടെ ഉണ്ടാവോ? സുഹൃത്തുക്കളെ, ഉണ്ടാവോ? ഈ ലോകം ഇവിടെ ഉണ്ടാവോ? ആരൊക്കെ എന്തൊക്കെ ചെയ്യും? എനിക്കിപ്പോ സ്വാതന്ത്ര്യം കിട്ടി, ഞാൻ ഇപ്പൊ എന്താ വിചാരിക്കണത്? മുഴുവൻ ആളുകളെ ഞാൻ ചുട്ടുകൊല്ല, ബോംബ് വെക്കാനാണ്. 5 മിനിറ്റ് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. വേറൊരുത്തം വിചാരിക്കണം എല്ലാരും കൊല്ലുകയാണ്, എനിക്കിപ്പോ അതാണ് വേണ്ടത്. വേറൊരുത്തം വിചാരിക്കണം എനിക്ക് ആശയുള്ള മുഴുവൻ പെണ്ണുങ്ങളെ ഞാൻ കയറി പിടിക്കും, വ്യഭിചരിക്കാനാവും തീരുമാനം. 5 മിനിറ്റ് അനുവാദമുള്ളൂ, 10 മിനിറ്റ്. ഇങ്ങനെ 5 മിനിറ്റും 10 മിനിറ്റും ഒരു നിയമം, മനുഷ്യനിർമ്മിതമായ നിയമങ്ങൾ പോലും ലംഘിച്ചാൽ ഇവിടെ ഒന്നും വരാനില്ല എന്ന് ഒരാൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് വല്ല കാര്യവും നിലനിൽക്കൂ? എന്നിട്ടാണോ സർവലോക പരിപാലകനായ റബ്ബ് കഴിഞ്ഞ കാലവും വർത്തമാനകാലവും വരാനിരിക്കുന്ന കാലം ത്രികാലജ്ഞാനിയായ ആലിമുൽ ഗൈബായ അല്ലാഹു റബ്ബുൽ ആലമീൻ പഠിപ്പിച്ച ഒരു നിയമം ഒരു 3 മണിക്കൂറാണ് ഒഴിവാക്കുമ്പോഴേക്ക് പൊളിഞ്ഞു വീഴുന്നതാണോ എന്ന് ചോദിക്കണമെങ്കിൽ ഇസ്ലാമിനെ പറ്റി പഠിച്ചിട്ടില്ല എന്നേ മിതമായി നമുക്ക് പറയാനുള്ളൂ. ഇസ്ലാം എന്ന് പറയുന്നത് സാഹചര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് ഇങ്ങനെ ഹറാമ് മാറ്റാനുള്ളതല്ല. നമ്മൾ മനസ്സിലാക്കണം. ഒരു മനുഷ്യന്റെ ജനനം മുതൽ അവന്റെ മരണം വരെ അവൻ ജീവിതത്തിൽ പാലിച്ചു കൊണ്ടു നടക്കാനുള്ള കൃത്യമായ നിയമ സംഹിതയുടെ പേരാണ് ഇസ്ലാമിക ശരീഅത്ത്. എല്ലാ രംഗത്തേക്കും നിയമങ്ങൾ കാഴ്ചവെച്ച മതമാണ് ഇസ്ലാം. ഒരു മനുഷ്യൻ ജനിച്ച് വീഴുന്നതിന്റെ മുമ്പുള്ള നിയമം പോലും പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. നമ്മുടെ മാതാക്കളുടെ ഗർഭാശയങ്ങളിലായിരിക്കുമ്പോ ഗർഭസ്ഥ ശിശുവിനോട് പാലിക്കേണ്ട കടമകൾ പോലും പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. എന്നിട്ടല്ലേ ഭൂമിയിൽ ജനിച്ചതിന്റെ ശേഷമുള്ള നിയമം? ഭൂമിയിലേക്ക് ഒരു മനുഷ്യൻ പിറന്ന് വീഴുന്നതിന്റെ മുമ്പുള്ള നിയമം പോലും പഠിപ്പിച്ച മതം ഇസ്ലാം. അഡ്ജസ്റ്റ്മെന്റിന് ഇസ്ലാം അംഗീകാരം കൊടുക്കുന്നില്ല. സമാധാന